ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ തിരുവനന്തപുരത്ത് വളരെ സീരിയസ് ആയി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതുവരെ കാര്യമായൊരു ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് മണിക്കൂറുകൾ കഠിനാധ്വാനത്തിന് വേണ്ടി ചോർന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും രക്ഷാ ദൗത്യം പുരോഗമിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരിക്കും. മലയാള ടെലിവിഷൻ ഏറ്റവും വലിയ പ്രതികരണ വേദി തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ മണിക്കൂറിൽ ഈ നമ്പറിലെ നമ്മുടെ എന്നിലേക്ക് വിളിക്കാനുള്ള നമ്പർ പറയുന്നതിന് മുമ്പ് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കുറേ ആൾക്കാർക്ക് സന്തോഷം വരട്ടെ. തൃശ്ശൂർ ജില്ലയിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശ്ശൂർ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നോട്ട് ദ പോയിന്റ്, തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. നമ്മുടെ വിളിക്കേണ്ട നമ്പറുകൾ തെളിയുന്നു. ആദ്യം വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാനും നിങ്ങളുടെ സംഭാഷണങ്ങൾ അയക്കാനും വാർത്തകൾ അയക്കാനും ഒക്കെ ഉള്ള നമ്പറാണ് 6235968937. അതേപോലെ ലാൻഡ് ലൈൻ നമ്പറുണ്ട് 0484283050 048428300510. ഇത് രണ്ടും കൂടാതെ നിങ്ങൾക്ക് ഗൂഗിൾ നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ ചാനൽ 24 ലോഗിൻ ചെയ്യാം. അതിൽ ചാറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ ഇടുക. നിങ്ങളുടെ സന്ദേശങ്ങൾ, വിളികൾ ഒക്കെ അടുത്ത ഒരു മണിക്കൂറിൽ നമ്മൾ പങ്കുവയ്ക്കും. നമ്മൾ ഒന്നിച്ചുള്ള യാത്ര ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യനെ കാണാതായിട്ട് 32 മണിക്കൂർ പിന്നിടുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കപ്പെട്ടു. ഒരേ മനസ്സോടെ വിവിധ ഏജൻസികൾ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ 2ാം ദിവസമാണിന്ന്. ഏതാണ്ട് 2ാം ദിവസം വൈകുന്നേരം ആകുമ്പോഴും ഒരു ഉദ്ദേശിച്ച ഫലം കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നമ്മുടെ വിവിധ ഏജൻസികൾ, ഫയർഫോഴ്സും അതേപോലെയുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുള്ള NDRF ഉൾപ്പെടെയുള്ള ആളുകൾ മണിക്കൂറുകളായി തിരയുകയാണ്. നിങ്ങൾക്കറിയാം, കക്കൂസ് മാലിന്യം പോലും ഒഴുകി വരുന്ന ഈ വെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം മണിക്കൂർ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനിയെങ്കിലും ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കും അതേപോലുള്ള സ്ഥലങ്ങളിലേക്കും നിങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. കിടക്കയും മെത്തയും ഒക്കെ ഇന്ന് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടു. എന്തെല്ലാം സാധനങ്ങളാണ് ആളുകൾ ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രം കൂടിയായി ഇന്നത്തെ വാർത്താപ്പകൽ. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ, അതായത് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് മൂക്കിൽ പിടിക്കാതെ അവരെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അത് എത്രയോ മണിക്കൂറായി. കാര്യം ഇവരൊക്കെ മനുഷ്യരെ പോലെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്നാലോചിച്ച് ഇനിയെങ്കിലും ഈ തോട്ടിലേക്ക് ഇതേപോലെയുള്ള ജലാശയങ്ങളിലേക്കും അത്യാവശ്യം മാലിന്യമൊക്കെ വലിച്ചെറിയാതെ മാലിന്യം സംസ്കരിക്കാനുള്ള വഴികൾ തേടുക. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ നാവികസേനയും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അഴുക്കുചാലിലെ ടണൽ മുഖങ്ങളിലെല്ലാം തെരച്ചിൽ സംഘങ്ങളുണ്ട്. ഇപ്പോൾ കേരളം ജോയിക്കായി കാത്തിരിക്കുന്നു. നമുക്കൊപ്പം സലീം മാലിക് ആദ്യം ചേരുന്നു. സലീം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് എന്താണ്? കാരണം ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണോ നമ്മുടെ NDRFും അതേപോലെ ഫയർഫോഴ്സും? ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ദൗത്യം, അത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം, ഫയർഫോഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ ദൗത്യം, ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്നായ ഒരു ദൗത്യം. അത് 32ാം മണിക്കൂർ പിൻവിടുമ്പോഴും അത്രയധികം എഫർട്ട് എടുത്ത ഒരു വർക്ക്, അതിന് ഇതുവരെയും റിസൾട്ട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടകരമായ വസ്തുതയാണുള്ളത്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇവിടെ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സ്ക്യൂബ ഡൈവിംഗിലൊക്കെയും സാധ്യമാകാതിരുന്നത്, കണ്ടെത്താൻ കഴിയാതിരുന്നത് 117 മീറ്റർ പോയിട്ടും, അത് പൂർണ്ണസമയമായി പോയിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയാത്തതിന് ശേഷം ഫ്ലഷിംഗ് തുടങ്ങി. ഇവിടെ നിന്നും ഫ്ലഷ് ചെയ്ത് ഈ വെള്ളം വലിയ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അതും ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ കൂടി വീണ്ടും ഫ്ലഷ് ചെയ്ത് നോക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്ന ഫ്ലഷിങ്ങിൽ പങ്കെടുത്ത ടീമുകളാണ്. ഇവരായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളായി എന്താണ് പറയുക, അത്രയും മോശം വെള്ളത്തിൽ ഒക്കെ ഒരു മനുഷ്യജീവന് വേണ്ടി പൊരുതുന്ന മനുഷ്യരാണ്. അവർക്ക് ആദ്യം തന്നെ നിങ്ങൾക്കൊരു സല്യൂട്ട് നൽകിക്കൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ ഫ്ലഷിംഗ് നടത്തിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി പറയുന്നത് പാറ കണക്കെ കട്ടിപിടിച്ച് മാലിന്യം നിൽക്കുന്നു എന്നാണ്. എന്തായിരുന്നു അതിൻ്റെ അകത്തുള്ള ഒരു അവസ്ഥ? ശരിക്കും ഇത് തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക്
എല്ലാ പ്ലാസ്റ്റിക് മാത്രമല്ല എല്ലാ വേസ്റ്റുകളും നമ്മൾ പുറന്തള്ളുന്ന ഡയപ്പർ, അതുപോലുള്ള വേസ്റ്റുകൾ, ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് തുടങ്ങിയ കംപ്ലീറ്റ് മാലിന്യം അടിഞ്ഞുകൂടി ഈ ചെളി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൾപ്പെടെ അടിഞ്ഞുകൂടിയിട്ട് ഈ കാലങ്ങളായിട്ട് നമ്മൾ റോക്ക് ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഒന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ഹൈ പ്രഷറിൽ നമ്മൾ ഫുൾ ത്രോട്ടലിൽ നമ്മുടെ പമ്പ് വെച്ചിട്ട് ഒരു വാദം പിടിച്ചിരിക്കുന്നതെല്ലാം ഇളകി പോരേണ്ടതാണ്, ചെയ്തിട്ട് പോലും ഇളകുന്നില്ല. അത്രയും നമ്മൾ അതിൽ നിന്ന് ഇരിക്കുന്ന കൈ കൊണ്ടുപോലും, അതായത് വർഷങ്ങളാണ്, അതൊരു 10 വർഷമൊന്നുമല്ല, അതിന് മുൻപേ ഉള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലല്ലേ അത് അത്ര കട്ടിയായിരിക്കും. മേ ബി ആയിരിക്കാം. അത്രയും കാലങ്ങളായിട്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് ആകുമ്പോൾ വെള്ളം എത്ര ഫ്ലോ ഉണ്ടായിരുന്നാലും വെള്ളപ്പൊക്കം വരുന്ന സമയത്തായിരുന്നു ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഇത് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഇത് മേളിലേക്ക് ഉയരും. വാട്ടർ ലെവൽ താഴുമ്പോൾ ഇത് താഴേക്ക് പോകും. അതാണ് അവസ്ഥ. അങ്ങനെ ഇത് ഹൈലി ഫോം ചെയ്ത് അങ്ങനെ ഇവിടുന്ന് ഇത്രയും ദൂരം നല്ല കട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് ഇളക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹെവി ടാസ്ക്കാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ അത് റിപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്ന ഫ്ലോ അതിന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, കിട്ടിയിട്ടില്ല. അങ്ങനെ അതിന് റിസൾട്ട് കുറവായതുകൊണ്ടാണ്, വെറുതെ ചെയ്യുന്നൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാറുമാരവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി അടുത്ത പദ്ധതി എന്നുള്ളത്, ഉടനെ വേറൊരു പദ്ധതി എന്താണെന്നുള്ളത് ആവിഷ്കരിച്ചിട്ട് സാർ പറയുന്നതായിരിക്കും. നിങ്ങളുടെ ടീം തന്നെ അല്ലായിരുന്നു ഈ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പം അതിലെങ്ങനെയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് ബുദ്ധിമുട്ടുകൾ? സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സാധാരണ സ്കൂബ ചെയ്യുന്നതാണെങ്കിലും ഇതൊരു കേവ് ഡൈവിംഗ് പോലെയാണ്. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ്. മീൻസ് 1/2 മീറ്റർ ഹൈറ്റിൽ വെള്ളമുള്ളൂ, അതിന് മുകളിലേക്ക് 1.5 മീറ്റർ ഹൈറ്റിലേക്ക് ഈ വേസ്റ്റ് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂബ ഡൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കേവിനകത്ത് കൂടെ പോകുന്നൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഡൈവ് ചെയ്ത് നടന്നല്ല പോകുന്നത്, കിടന്നാണ് പോകുന്നത്. കിടന്ന് ഫ്ലാറ്റായിട്ട് കിടന്നാണ് പോകുന്നത്. അങ്ങനെ കിടന്നിട്ട് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് മുകളിലേക്ക് നോക്കാനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് സ്പർശിച്ചിട്ടാണോ, നമുക്ക് വിഷൻ ഇല്ല, ഫുൾ ബ്ലാങ്ക് ആണ്. അപ്പോൾ അത് കാരണം കൈ കൊണ്ട് ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ കിട്ടിയാൽ ഓക്കെ, മേളിലെങ്ങാനും വേസ്റ്റിനിടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ എടുക്കുന്നു. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് അങ്ങനെയാണ്. നമുക്ക് എണീറ്റിൽ നിന്ന് സെർച്ച് ചെയ്യാനോ ജസ്റ്റ് നോക്കാനോ എന്നുള്ള സാധ്യത ഇല്ല അവിടെ. കാരണം വേസ്റ്റ് അടിഞ്ഞ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് സ്കൂബ അതിൽ തങ്ങിപ്പോകും. നമ്മൾ ഇറങ്ങുന്ന ആൾ ഡൈവർ കാഷ്വാലിറ്റി ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല, കാരണം അത് പോയിട്ട് അത്രയും ഹെവി മാലിന്യമാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം വെള്ളത്തിലൂടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചവരെ നമ്മളിപ്പോൾ ചെയ്യുന്ന ലാസ്റ്റ് സമയത്താണ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങളുടെ അവിടെ ഞെരുങ്ങിപ്പോയി, നമ്മുടെ 2 ഡ്രൈവർ ഞെരുങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നോക്കിയത്. അപ്പോൾ ഇനി അടുത്തെന്താ പ്ലാൻ എന്നുള്ളത് ഉടനെ അറിയിക്കും. പല ഫ്ലക്സ്, ചാക്ക്, അങ്ങനെ മറ്റു അതാണ്. അതായത് ഇതിൽ ഈ സ്ക്യൂബ ഡൈവിംഗിലായാലും ഇപ്പോഴുള്ള ഫ്ലഷിങ്ങിലായാലും നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് വർഷങ്ങളുടെ മാലിന്യം, അതൊരു നിക്ഷേപമായി അതൊരു പാറക്കല്ല് കണക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ ടീം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല ഇത് 117 മീറ്ററാണ്, അത് ടണലുണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള മാൻഹോളുകളുണ്ട്. ഈ ഇതുപോലുള്ള മാൻഹോളുകളിൽ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് നമ്മുടെ ക്യാമറമാൻ സിറിൽ ദൃശ്യങ്ങൾ കൂടി ഒന്ന്, ആ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ കൂടി, മാൻഹോളിന്റെ ഒരു വശത്തെ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ ഒരു പാറക്കല്ല് കണക്കെ, ഇതിങ്ങനെ ഒരു കട്ട പിടിച്ചൊരു മതില് കെട്ടി വെച്ചിരിക്കുന്നത് കണക്കെ ഇങ്ങനെ ഈ മാലിന്യം ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ 2 വശത്തെയും മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷവും ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മാത്രമല്ല ഒരു മനുഷ്യന് കഷ്ടിച്ചിതിൽ നിൽക്കാൻ മാത്രമേ പറ്റൂ. അവിടെയാണ് ഈ ഓക്സിജൻ ലെവൽ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് പോയാൽ പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനകത്തു നിന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളായി ഈ മനുഷ്യരൊക്കെയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. ഇത് മാത്രമല്ല, ടണലിലേക്ക് പോയാലും അല്പം കൂടി വിസ്തൃതി ആ ടണലിനുണ്ടെങ്കിലും അവിടെ ഇതിനേക്കാൾ വലിയ മാലിന്യമാണ്. അത് നമ്മൾ ഏറ്റവും അവസാനം അതിന്റെ എക്സിറ്റിൽ, ഈ റെയിൽവേയുടെ ഭൂമിയുടെ എക്സിറ്റിൽ, ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ, അതായിരുന്നു ഏറ്റവും അധികം ഭീകരമായ നിലയിൽ മാലിന്യം അടിഞ്ഞുകൂടിയത്. അവിടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റെയിൽവേ അതിന്റെ ഏറ്റവും അതിഗുരുതരമായ നിലയിൽ ഉത്തരവാദിത്തമില്ലായ്മ വിളിച്ചോതുന്നതായിരുന്നു. റെയിൽവേയുടെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ആ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരു പൈപ്പ് കൊടുത്ത് ഡയറക്റ്റ് തോട്ടിലേക്ക് പോവുകയാണ്. അതായത് എത്രയോ ഭീകരമായ ഒരവസ്ഥ. അതായത് റെയിൽവേയുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഒരു നേർചിത്രമായിരുന്നു അത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് ഇനി എന്തു മറുപടി പറഞ്ഞാലും അത് മതിയാവാത്ത വിധത്തിലുള്ള ഒരു ഈ ആമയിഴഞ്ചാൻ തോടിനോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയായിരുന്നു. ആ വെള്ളത്തിൽ അത്രയും, ആ തുടക്കത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത് പോലെയുള്ള വെള്ളമായിരുന്നില്ല അപ്പുറത്തെ സൈഡിൽ. അവിടെ ഈ അവിടുത്തെ ദുർഗന്ധം, അതിനപ്പുറത്തേക്ക് ആ വെള്ളത്തിന് പോലും ഒരു കളർ വ്യത്യാസമുണ്ട്. അങ്ങേയറ്റം വൃത്തികെട്ട
സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രജിത്ത് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരുന്നു. പ്രജിത്ത് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനോട് വീട്ടിൽ പോയാൽ പറയണം, ഇന്നലെ വന്നതല്ലേ എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മേയർ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഉടനെ സന്ദേശം അയക്കാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ നേരത്തെ വീട്ടിലേക്ക് പോയി കളഞ്ഞു. നമുക്ക് രണ്ട് ചീത്ത വിളിക്കാൻ പറ്റിയ സമയമാണല്ലോ. ഈ മേയർ അവിടെ നിൽക്കട്ടെന്നേ, കാരണം എല്ലാവരും അവിടെ നിൽക്കില്ലേ, മന്ത്രി ശിവൻകുട്ടിയും ഒക്കെയുള്ള ആളുകൾ അവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ കനത്ത മഴയുണ്ടായി, വ്യാപകമായ നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി, വാഹനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നുപോയി. തൃശ്ശൂർ ചന്ദ്രാപിന്നിയിൽ മിന്നൽ ചുഴലിയിൽ 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. ഇത് പ്രമാണിച്ച് വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ ഭാഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്ക് കാസർഗോഡ് ജില്ലയിൽ അവധി ബാധകമല്ല. എന്നാൽ മറ്റ് 4 ജില്ലകളിലും മറ്റ് 3 ജില്ലകളിലും അവധി പൂർണ്ണമായും അവധിയായിരിക്കും. 4 ജില്ലകളിൽ, അതായത് തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്നാൽ കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. കോട്ടയത്ത് പാല ഐങ്കൊമ്പിൽ അതിശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ഓടിക്കൊണ്ടുന്ന കാറിന് മുകളിലേക്ക് ഒരു മരം കടപുഴകി വീണു. കോഴിക്കോട് നിന്ന് നമ്മുടെ അവധിയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരും. അതേപോലെ മിന്നൽ ചുഴലിയടിച്ച തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും, അതുപോലെ കനത്ത മഴ അനുഭവപ്പെടുന്ന പാലയിൽ നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരും. ആദ്യം രാഹുൽ സുരേഷിലേക്ക് കോഴിക്കോട് നിന്നാണ്. രാഹുൽ, ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോൾ എവിടെയൊക്കെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്, പറയൂ. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന അവർ ആഗ്രഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ പോകാം. നിലവിൽ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കാസർഗോഡ് സ്കൂളുകൾക്കാണ് അവധി ബാധകം. പ്രൊഫഷണൽ കോളേജുകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതായത് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നും ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വടക്കൻ ജില്ലകളിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. മിക്ക ജില്ലകളും അതിശക്തമായ മഴയാണ് തുടരുന്നത്. നാളെ മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. ഇന്ന് വടക്കൻ ജില്ലകളിലെ ചില മഴക്കെടുതികൾ പരിശോധിക്കുകയാണെങ്കിൽ കനത്ത മഴയിൽ മാവൂർ, കണ്ണിപറമ്പിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. എരഞ്ഞിത്താഴം, ചാമ്പടത്തിൽ സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. അതോടൊപ്പം മുക്കത്തും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മുക്കത്ത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിശക്തമായ മഴയുണ്ടായത്. പെട്ടെന്നുണ്ടായ മഴയ്ക്കിടെയാണ് ഈ മരം കടപുഴകി വീണത്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുന്ന സാഹചര്യമുണ്ടായി. മുക്കത്തെ പലയിടങ്ങളിലും ഇപ്പോഴും കരണ്ട് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം കൊടയത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. പക്ഷേ ഇതിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട്. ഇപ്പോഴും മഴ തുടരുകയാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് ഓരോ ജില്ലാ ഭരണകൂടവും ആളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. SKN. ഓക്കെ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 4 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ എല്ലാ സ്ഥലത്തും കാസർഗോഡ് ഒഴികെ പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. കാസർഗോഡ് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. റഹ്മത്ത് ബീവി യൂട്യൂബിലൂടെ ചോദിക്കുന്നു, പ്രൊഫഷണൽ കോളേജുകാർ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നു. അതെനിക്ക് കാസർഗോഡ് കളക്ടറോടാണെന്ന് ചോദിക്കേണ്ടത്. എനിക്കെന്താ പറയാൻ പറ്റുക എൻ്റെ റഹ്മത്ത് ബീവി. ഇപ്പോൾ കടയ്ക്കൽ എന്നൊരു വാർത്ത വരുന്നു. കൊല്ലം കടയ്ക്കലിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽ വീടിൻ്റെ പോർച്ച് ഭാഗികമായി തകർന്നുപോയി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത കാറ്റിൽ പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു പോയിട്ടുണ്ട്. ഇനി തൃശ്ശൂരിൽ നിന്ന് മിന്നൽ ചുഴലി അടിച്ചു. മിന്നൽ ചുഴലിയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി വരുന്നു. സൂരജ്, എന്താണ് മിന്നലടിക്കാൻ കാരണം? സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചുഴലിക്കാറ്റായിരുന്നു തൃശ്ശൂരിന്റെ ചന്ദ്രാപിന്നി അടക്കം ഗുരുവായൂർ മേഖലകളിൽ ആഞ്ഞു വീശിയത്. പക്ഷേ വലിയ നാശനഷ്ടം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ ഈ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഈ വൈദ്യുതി ബന്ധം അടക്കം വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാപക നാശനഷ്ടം ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ചന്ദ്രാപിന്നി, അതിനു പുറമെ തന്നെ ഗുരുവായൂർ മേഖലകൾ,
ചാമക്കാല അങ്ങനെ തുടങ്ങിയ മേഖലകളിലാണ് ഈ മിന്നൽ ചുഴലി അടിച്ചിരിക്കുന്നത്. 3 മണിക്ക് ശേഷമാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. പക്ഷേ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈർഘ്യം. പക്ഷേ വ്യാപക നാശനഷ്ടം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കനത്ത മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നാളെ തൃശൂർ ജില്ലയ്ക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. ഇനിയിപ്പോൾ പാലയിൽ കനത്ത മഴ പെയ്യുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN പാല ഐങ്കൊമ്പ് ഏഴാച്ചേരി ഭാഗത്താണ് ശക്തമായിട്ടുള്ള കാറ്റ് വീശിയത്. അഞ്ചരയോടുകൂടി ശക്തമായിട്ടുള്ള കാറ്റ് വീശിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നിട്ട് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. അതോടൊപ്പം തന്നെ വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. റോഡിലൂടെ വന്ന ഒരു കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്ഭുതകരമായി ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ രക്ഷപ്പെട്ടു. പുതിയൊരു വോക്സ്വാഗന്റെ ഒരു കാറായിരുന്നു വഴിയിലൂടെ വന്നത്. അതിന്റെ മുകളിലേക്കാണ് മരം വീണത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. രാമപുരം റൂട്ടിലും സമാനമായ രീതിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 5:30-ക്ക് ശേഷമാണ് ഈ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയും ഇപ്പോൾ പെയ്യുന്നുണ്ട്. SKN ജോൺസൺ, ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് അറിയിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഹിൽ ടൂറിസം മേഖലകൾ, ബീച്ച് എന്നിവിടങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. നാളെയും മറ്റന്നാളും സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. മല്ലു ജിയോ പറയുന്നത് വർഷങ്ങളായി അടിഞ്ഞുകൂടി മാലിന്യമാണ് ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലുള്ളത്. ഈ മേയറൊന്നും കൊണ്ടിട്ടതല്ല. എന്നാൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തടയുന്നതിൽ കോർപ്പറേഷനും മേയറും പരാജയപ്പെട്ടു എന്നും മല്ലു ജിയോ പറയുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മളൊരു തോട്ടിലേക്ക് വലിച്ചെറിയാത്ത ഒരുപാട് മാലിന്യം ഇന്ന് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ആരെയും അധികാര സ്ഥാനങ്ങളിലുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മളൊരു ആത്മവിമർശനം നടത്തേണ്ട സമയമായി. തലസ്ഥാന നഗരത്തിലെ അന്തേവാസികൾക്കും ജീവികൾക്കും ഒക്കെ തന്നെ ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരാൾ കൊണ്ടിട്ടില്ല എന്ന പേരിൽ അയൽവാസി കൊണ്ടിട്ട് കാണും. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇത്രയധികം മാലിന്യം കുന്നുകൂടിയത് കൊണ്ടാണ് ഈ തെരച്ചിൽ ഇത്രയും ദുഷ്കരമാക്കുന്നത്. ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും സമാനതകളില്ലാത്ത തെരച്ചിലാണ് തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇപ്പോഴും നടക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ജോയി തോട്ടിലെ മാലിന്യം നീക്കാൻ ഇറങ്ങിയത്. 11 മണിയോടെ അദ്ദേഹത്തിനെ കാണാതായി എന്നാണ് പറയുന്നത്. 32 മണിക്കൂറുകൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ സംഭവ വികാസങ്ങൾ പ്രേക്ഷകരെ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് കാണിച്ചു തരികയാണ്. ഇന്നലെ രാവിലെ 10 മണി, പെരുമഴയത്ത് കരാർ ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശി ജോയ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഭൂമിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങിയത് മാലിന്യം നീക്കം ചെയ്യാൻ. എന്നാൽ നിലതെറ്റിയ ജോയ് വെള്ളത്തിലേക്ക് വീണു. ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി ഫയർഫോഴ്സിന്റെ തെരച്ചിൽ. പക്ഷേ കൂന കൂടിക്കിടന്ന മാലിന്യം തടസ്സമായി. ടണലിന് മുൻഭാഗത്തുള്ള മാലിന്യം നീക്കാൻ പലവിധ ശ്രമം. പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബുകൾ ഇളക്കി തുരങ്കത്തിലേക്ക് ഇറങ്ങാനും നീക്കം. രണ്ടിലും തിരിച്ചടി. തോടിന് കരയിലെ ഇരുമ്പ് കൈവരികൾ തകർത്ത് JCB എത്തിച്ച് മാലിന്യം നീക്കി തുടങ്ങി. മാലിന്യം കുറച്ചെങ്കിലും നീക്കിയതിനു പിന്നാലെ സ്കൂബ ടീം ടണലിന്റെ 40 മീറ്റർ ദൂരത്തിൽ തെരച്ചിൽ നടത്തി. പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജെൻ റോബോട്ടിക്സ് ടീം സംഭവസ്ഥലത്തെത്തി. പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ റോബോട്ട് ഇറക്കി. അതും ഫലം കണ്ടില്ല. രണ്ടാം ദിവസം പുലർച്ചെ തന്നെ NDRFും സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. സ്കൂബ ടീമിലെ 3 അംഗങ്ങൾ മാൻഹോളിൽ ഇറങ്ങി തിരച്ചിൽ നടത്തി.
30 മീറ്ററോളം ഉള്ളിൽ കയറി പരിശോധിച്ചു. ഫലം നിരാശ തന്നെ. $70 മീറ്റർ കയറി പരിശോധന. ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെന്ന് സംശയം. സംശയം തോന്നിയിടത്ത് വീണ്ടും പരിശോധന. റോബോട്ടിക്സ് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരമല്ലെന്ന് ഫയർഫോഴ്സ് തന്നെ സ്ഥിരീകരിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, തിരുവനന്തപുരത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും ഇവർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും നൽകണമെന്നും ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിന് അയച്ച കത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. സാധ്യമായ എല്ലാ വഴികളിലൂടെയും തെരച്ചിൽ നടക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ. സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ മാലിന്യ മലയിൽ NDRFും ഫയർഫോഴ്സ് സ്കൂബ സംഘവും തെരച്ചിൽ നടത്തുന്നത്. എത്ര മണിക്കൂറായെന്നറിയാമോ? അത്യാധുനിക നൈറ്റ് വിഷൻ ക്യാമറയുടെ സഹായത്തോടെ റോബോട്ടിക് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ എന്നിട്ടും ഫലം കണ്ടില്ല. ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. കഴിഞ്ഞ 30 മണിക്കൂറുകളായി കേരളം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം. സംവിധാനങ്ങളെല്ലാം ആഞ്ഞു ശ്രമിച്ചിട്ടും ജോയി ഇപ്പോഴും കാണാമറയത്ത്. 2 പകലും 1 രാത്രിയും മുഴുവൻ ഒരു മനുഷ്യനായി നാടൊന്നിച്ചു. നാടിന്റെ രക്ഷാദൗത്യ സംഘങ്ങൾ ഒന്നിച്ചു. ഇന്നലെ രാവിലെ അപകടം നടന്നയുടൻ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി. ജോയിക്കായി തോട്ടിലിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. വെല്ലുവിളിയായത് മാലിന്യമല. മാലിന്യം നീക്കാതെ ടണലിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഫയർഫോഴ്സ് സംഘം അധികാരികളെ ബോധ്യപ്പെടുത്തി. പിന്നീട് മാലിന്യം നീക്കുന്നതായി പ്രതിസന്ധി. അവിടെയും സ്കൂബ സംഘം മുന്നിട്ടിറങ്ങി. സ്കൂബ സംഘത്തിന് ടണലിലെ ഇരുട്ടും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ വന്നു പോകുന്നതും രക്ഷാദൗത്യത്തിന് പ്രതിസന്ധിയായി. ഒടുവിൽ മാലിന്യം നീക്കാൻ ഓവുചാലിലേക്ക് റോബോട്ട് ഇറങ്ങി. റോബോട്ടിക് കൈ ഉപയോഗിച്ച് 2.5 മണിക്കൂർ മാലിന്യം കോരി മാറ്റിയെങ്കിലും പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല. ഒടുവിൽ തെരച്ചിലിനായി NDRF സംഘമെത്തി. 30 പേർ അടങ്ങുന്ന സംഘം രാവിലെ 6:30 മണിയോടുകൂടി രക്ഷാദൗത്യം ആരംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരും രംഗത്ത്. 3 പേർ ഉൾപ്പെടുന്ന സ്കൂബ സംഘം 3-ാം ട്രാക്കിലെ മാൻഹോളിലിറങ്ങി പരിശോധന. NDRFും ഫയർഫോഴ്സും നഗരസഭയിലെ ജീവനക്കാരും ചേർന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നുള്ള മാലിന്യം നീക്കുന്നത് തുടർന്നു. മാലിന്യം നീക്കം ചെയ്യാനും നിരീക്ഷിക്കുന്നതിനുമുള്ള ജെൻറോ റോബോട്ടിക്സിന്റെ റോബോട്ടിക് മെഷീൻ തുരങ്കത്തിലിറക്കി പരിശോധന നടത്തി. NDRFിലെ മുങ്ങൽ വിദഗ്ധനും മെഷീനൊപ്പം തുരങ്കത്തിനുള്ളിലെത്തി. നിരവധി പ്രതിസന്ധികളെ വെല്ലുവിളിച്ചാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ ദൗത്യസംഘം ഒരു ജീവന്റെ തുടിപ്പിനായി തെരച്ചിൽ നടത്തുന്നതും. നാവികസേനാ സംഘവും ഉടൻ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകും. തോട് വൃത്തിയാക്കാനിറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി, ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയുമായിട്ടില്ല. എന്നാൽ ദൗത്യസംഘം ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് പരാജയപ്പെടുമ്പോൾ വീണ്ടും അടുത്തതിലേക്ക്. ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഗുണ്ടായിസിൻ്റെ വാർത്ത സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഈ പോലീസുകാരൻ കാർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത. ഇന്ധനം നിറച്ച് പണം നൽകാതെ പോകാൻ ശ്രമിച്ചത് തടഞ്ഞ ജീവനക്കാരനെ കാർ ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചു. കാറിൽ തൂങ്ങിക്കിടന്ന ജീവനക്കാരനെ ഏറെ ദൂരം കാറിലൂടെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടുപോയി. കണ്ണൂർ NKBT പെട്രോൾ പമ്പിലാണ് ഈ സംഭവം നടന്നത്. കണ്ണൂർ DHQ മെസ് ഡ്രൈവർ സന്തോഷാണ് ഈ പരാക്രമം കാട്ടിയത്. ഇയാളെയൊക്കെ പോലീസ് എന്ന് തന്നെയാണോ വിളിക്കേണ്ടത്? എനിക്ക് സംശയമുണ്ട്.
കൊല്ലത്ത് നിന്നൊരു വാർത്ത. കടയ്ക്കലിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നുപോയി. പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഹിൽ ടൂറിസം മേഖലകളിലും ബീച്ചുകളിലും സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. നാളെയും മറ്റന്നാളും സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടാകില്ല. കൊട്ടാരക്കരയിൽ നിന്ന് AV ജയശങ്കറും അതുപോലെ കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലും നമുക്കൊപ്പം ചേരും. ആദ്യം കൊട്ടാരക്കരയിലേക്ക്. AV ജയശങ്കർ, കടയ്ക്കൽ നടന്ന സംഭവം എന്താണ്? SKN കടക്കൽ ഉച്ചയോടുകൂടി വലിയ തോതിലുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കടക്കൽ സീഡ് ഫാം ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് സമീപത്ത് ഉള്ള വഴിയരികിൽ ഉണ്ടായിരുന്ന മരങ്ങളാണ് വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിൻ്റെ കാർപോർച്ചിലേക്കാണ് ഈ മരങ്ങൾ, വലിയ മരങ്ങളാണ് വീണത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരങ്ങൾ ഏറെ സമയം പണിപ്പെട്ടാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഈ ഒപ്പം തന്നെ ഈ 9ഓളം KCBയുടെ 9ഓളം പോസ്റ്റുകളും ഈ ഒരു കാറ്റിൽ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ കുറച്ചധികം സമയമെടുക്കുമെന്നാണ് KCB നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ വീടിന് മുകളിൽ വീണ മരം ഏറെക്കുറെ ഈ ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല. വലിയൊരു ജനവാസ മേഖലയായിരുന്നു. അത്തരത്തിൽ വലിയൊരു മരം പൊടുന്നനെ വീഴുന്നൊരു സാഹചര്യമായിരുന്നു. എന്തായാലും കാർപോർച്ചിലേക്ക് വീണതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയ തോതിലുള്ള കാറ്റാണ് അനുഭവപ്പെട്ടത്. എന്തായാലും കൊല്ലം ജില്ലയിൽ പ്രത്യേക മഴ മുന്നറിയിപ്പൊന്നും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള കാറ്റും മഴയും ഉച്ചയോടുകൂടി എല്ലാം അനുഭവപ്പെട്ടിരുന്നു. രാത്രിയോടെ നിലവിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് തന്നെയാണ് ജില്ലാ ഭരണകൂടവും മറ്റും നൽകുന്ന നിർദ്ദേശം. ഓക്കെ, ഇനി കാസർഗോഡേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല എന്നറിയുന്നു. അതുപോലെ അവിടെ ചില സന്ദർശനത്തിനും ടൂറിസം മേഖലകളിലേക്കുള്ള സന്ദർശനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പറഞ്ഞോളൂ. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കനത്ത മഴയുണ്ട്. ഇന്ന് രാവിലെ മഴയ്ക്ക് ചെറിയ അയവ് വന്നെങ്കിലും പകൽ മുഴുവൻ മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പരപ്പ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ കനത്ത് അവിടെ മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതി ഉണ്ടായി. എന്തായാലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും ഈ അവധി ബാധകമല്ല. കോളേജുകൾക്കും അവധി ബാധകമല്ല. മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഹിൽ ടൂറിസം മേഖല അതുപോലെ തന്നെ ബീച്ച് എന്നിവിടങ്ങളിലേക്ക് നാളെയും മറ്റന്നാളും സന്ദർശകരാരും പോകരുതെന്ന് വിലക്കിയിട്ടുണ്ട്. തിരമാല, കടൽക്ഷോഭം ഉയരുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഹിൽ ടൂറിസം മേഖലകളിൽ വെള്ളച്ചാട്ടം, വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെയും മറ്റന്നാളും ഹിൽ ടൂറിസവും അതുപോലെ തന്നെ ബീച്ചുകളും, കാസർഗോഡ് ജില്ലയിലെ ബീച്ചുകളും പ്രവർത്തിക്കുന്നതല്ല. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. PSC അംഗത്വ കോഴ വിവാദത്തിൽ ആടി ഉലയുകയാണ് ഇപ്പോൾ CPM, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. തൊഴിൽ തട്ടിപ്പ് സംഘവുമായി ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന എന്നാണ് പ്രമോദ് കോട്ടുളിയുടെ വാദം. പ്രമോദിനെ എന്തിന് പുറത്താക്കി എന്ന ചോദ്യത്തിന് CPMന് വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ കോൺഗ്രസും BJPയും ഈ കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടുളി എന്താണ് ചട്ടലംഘനം നടത്തിയതെന്ന് പാർട്ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതല്ലാതെ മറ്റൊന്നും തന്നെ പാർട്ടി ഇതുവരെ ചെയ്തിട്ടില്ല. ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഇതുമാത്രമാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നും BJPയുടെ പ്രാദേശിക നേതാവുമായി പ്രമോദിന് ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും അതിന് കാരണക്കാരായവരെ പുറത്തുകൊണ്ടുവരാൻ പോലീസിനെ സമീപിക്കുമെന്നും പ്രമോദ് കോട്ടുളി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മറുപടി ഇങ്ങനെ: സെൽഫി ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ, പക്ഷെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട്, ഉണ്ടാവില്ലേ? ഓരോ ചിത്രങ്ങൾക്കും ഓരോ കാര്യത്തിനും ഓരോ കഥകളുണ്ട്. അതിൻ്റെ വിത്ത് തെളിവുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യും? നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്ന ഗൂഢാലോചന ഇപ്പോൾ എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ
അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ്? അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം, അത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ഇത്തരം ആളുകൾ പുറത്തു വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത്. പുറത്താക്കിയ തീരുമാനം വന്നപ്പോഴും താൻ കോഴ വാങ്ങിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ്. ഏത് അന്വേഷണവും സ്വാഗതം ചെയ്ത് അമ്മയ്ക്കും മകനുമൊപ്പം പരാതിക്കാരന്റെ വീടിനു മുന്നിൽ സമരത്തിനുമെത്തി. അതേസമയം BJP വിവാദത്തിലേക്ക് വലിച്ചിഴച്ചാൽ നിയമപരമായി നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിവാദം അന്വേഷിക്കേണ്ടത് പാർട്ടി കോടതിയല്ല, പോലീസ് കേസെടുക്കണമെന്നും ആവശ്യം. പോലീസിന് കൊടുക്കണം, ഇത് അവിടെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. പാർട്ടി കോടതിയല്ല, ഇത് ചൈനയല്ല, ഇന്ത്യ രാജ്യമാണ്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. പാർട്ടി കോടതി തീരുമാനിച്ചിട്ട് ഒരാളെ മാറ്റി നിർത്തുന്നു, തിരിച്ചെടുക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച വിഷയമുള്ള കാര്യമല്ല. പാർട്ടി കോടതി തീരുമാനിക്കാനുള്ളതല്ല ഇത്. നീതിന്യായ കോടതികളാണ് ഇതിൻ്റെ ഉത്തരം കാണേണ്ടത്. മാധ്യമങ്ങളിൽ വാർത്ത വരികയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും CPIM പാർട്ടി തന്നെ അത് പരിശോധിച്ച് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന കേസാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഒരു FIR ഇടാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഈ കാര്യത്തിൽ എടുത്ത അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ഈ കേസ് ഒരു സാധാരണ കേസല്ല, ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. സമഗ്ര അന്വേഷണം വേണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. പ്രക്ഷോഭത്തിലേക്കും കോൺഗ്രസ് നീങ്ങുന്നു. പ്രമോദിന് എന്തൊക്കെയോ പറയാണ്ടെന്നാണ് പറഞ്ഞത്. പ്രമോദ് വാ തുറന്നാൽ പല നേതാക്കളും മാളത്തിൽ പൊളിക്കേണ്ടി വരും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ നടപടി തന്നെ സംശയാസ്പദമല്ലേ? എന്തുകൊണ്ട് പറയുന്നില്ല? ആദ്യം പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല. പരാതിയിൽ ഇപ്പോൾ എന്തിനാണ് പുറത്താക്കിയത്? അതിനിടെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിനെതിരെ പ്രമോദ് കോട്ടൂളി രംഗത്തെത്തി. എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്ന് പ്രേംകുമാർ ഇല്ലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രമോദ് കുറിച്ചു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരായ ആരോപണം. എന്നാൽ അതല്ല, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് പ്രശ്നമെന്നാണ് പാർട്ടി കണ്ടെത്തൽ. നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് പുറത്തു പറയാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. മിഥില ബാലൻ, 24 കോഴിക്കോട്. ഇപ്പോൾ അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. വിജിയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. റെയിൽവേ രക്ഷാദൗത്യത്തിന് എല്ലാ പിന്തുണയും ഇപ്പോൾ നൽകുന്നുണ്ട്. ടണലിൻ്റെ അകത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ്. റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും നഗരസഭ ഒരുപാട് തവണ റെയിൽവേ കത്തയച്ചിട്ടുണ്ടെന്നും സീരിയസ് ആയ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ലെന്നും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും പറയുന്നു. അങ്ങനെ വാദം പ്രതിവാദം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലുള്ള തർക്കവും മുറുകുന്നു. റെയിൽവേ അവഗണിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ തിരുവനന്തപുരത്തെ ജനാവലിക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇന്നലെ അവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായില്ല എന്നാണ് പരാതി ഉയർന്നത്. കോഴിക്കോട് PSC അംഗത്വ കോഴ വിവാദത്തിൽ വഴിത്തിരിവുണ്ടായി. CPIM പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ഗതികേടൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ചേവായൂരിലെ ശ്രീജിത്താണ് ഇത്തരം ഒരു പ്രഖ്യാപനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹമായിരുന്നു പണം കൊടുത്തുവെന്ന് പരാതി പറഞ്ഞ ആളും. നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആരാ എന്താ വ്യാഖ്യാനിച്ചതെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും അവന് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് അവനോട് യാതൊരു പരാതിയില്ല. അവനെന്തോ വിട്ടുപോയി കാണും. അപ്പൊ എന്റെ പേര് ആരോ പറഞ്ഞപ്പോ അവനത് അന്വേഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോലി വാഗ്ദാനമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നടന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം ഞാനും പ്രമോദും നമ്മൾ ടോക്ക് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഇദ്ദേഹം പാർട്ടിക്ക് മാത്രമേ പരാതി കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സമ്മർദ്ദം കൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ മാറ്റി പറയുന്നത്, അതോ അദ്ദേഹം പൈസ കൊടുത്തിട്ടില്ലേ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? PSC കോഴയുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവാകുന്ന അതിനിർണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ ശ്രീജിത്താണ് 22 ലക്ഷം രൂപ നൽകിയത് എന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ ശ്രീജിത്തിന്റെ പ്രതികരണങ്ങൾ ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ശ്രീജിത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പുറത്തുവിടുന്നത്. ശ്രീജിത്ത് പറയുന്ന അനുസരിച്ച് പ്രമോദ് കോട്ടൂളിയുമായി താൻ വർഷങ്ങളായുള്ള ബന്ധമുണ്ട്. പക്ഷേ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് തന്റെ കയ്യിൽ നിന്നും
പ്രമോദ് 22 ലക്ഷം രൂപ വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ഒരു അവസ്ഥ തന്റെ കുടുംബത്തിന് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഇതുവരെയും ആർക്കും താൻ പണം നൽകിയിട്ടില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. എങ്ങനെയാണ് തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് കണ്ടെത്തണം. ഇതിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ ശ്രീജിത്ത് പറയുന്നത്. പക്ഷേ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകാൻ ശ്രീജിത്ത് ഇതുവരെയും തയ്യാറായിട്ടില്ല. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല. മാത്രമല്ല അനാവശ്യമായി ശ്രീജിത്തിന്റെ പേര് ഈ കോഴയിലേക്ക് വലിച്ചിഴക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായി ഇതിനെ നേരിടാവുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഒന്നും തന്നെ ശ്രീജിത്ത് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞതും. മറ്റൊന്ന്, ഇന്നലെ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ പ്രമോദ് കോട്ടുളി ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തെയും ശ്രീജിത്ത് തള്ളുകയാണ്. അതിനെ ഒരു സമരമായി താൻ കാണുന്നില്ല. പകരം ഈ കാര്യവിവരങ്ങൾ എന്താണെന്ന് തിരക്കാൻ ഈ പ്രമോദ് കോട്ടുളി തന്റെ വീടിന് മുന്നിൽ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ശ്രീജിത്തിന്റെ പ്രതികരണം പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. SKN. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കല്ലുനെല്ലും തിരിയാൻ കുറച്ചുകൂടി നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും, പണം കൊടുത്തോ കൊടുത്തില്ലയോ എന്നറിയാൻ. ഇനി കണ്ണൂരിലേക്കാണ് പോലീസുകാരൻ്റെ ഗുണ്ടായിസിൻ്റെ കഥ. പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറടിച്ച് കൊല്ലാൻ ഒരു പോലീസുകാരൻ ശ്രമിച്ചു കണ്ണൂരിൽ. ഇന്ധനം നിറച്ചതിൻ്റെ പണം നൽകാത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പോലീസുകാരൻ പ്രകോപിതനായത്. കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷാണ് ഈ പരാക്രമം കാണിച്ചതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യം ആദ്യം ഒന്ന് കാണാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു പോലീസുകാരന് ധൈര്യം വരിക അതും കേരളത്തിൽ തന്നെയാണോ? സജോ ദേവസ്യ, എന്താണ് സംഭവിച്ചത്? പറയൂ. തനി ഗുണ്ടായിസം പരാക്രമം എന്ന് തന്നെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഒട്ടും അധികമാകില്ല. അങ്ങനെയല്ല, അതിൽ കൂടുതൽ പദങ്ങളാണ് പ്രയോഗിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ടൗണിലെ NKBT പെട്രോൾ പമ്പിലാണ്. ഇവിടെയാണ് ഇന്ന് 3 മണിയോടുകൂടി ഈ തരത്തിലുള്ള പോലീസുകാരൻ്റെ അതിക്രമം അരങ്ങേറിയത്. ഇവിടെ 3 മണിയോടുകൂടി ഈ പോലീസുകാരൻ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്നു. അതിനുശേഷം ക്യാഷായി പണം കൊടുക്കുന്നു. 200 രൂപയോളം പിന്നെയും ഇയാൾ നൽകണം. അത് ഇവിടുത്തെ ജീവനക്കാരനായ അനിൽ ആ പണം കൂടി നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത് നൽകാതെ ഇയാൾ വാഹനമെടുത്ത് ഈ പമ്പിന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ജീവനക്കാരൻ ഈ വാഹനത്തിന് മുന്നിൽ കയറി നിന്ന് ബാക്കി പണവും കൂടി നൽകണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇയാൾ അതൊന്നും വകവയ്ക്കാതെ ഈ ജീവനക്കാരൻ അതിന് മുന്നിൽ കയറി ഈ വാഹനം തടഞ്ഞു വെച്ചു. പക്ഷേ അയാൾ അതിന് മുതിരാതെ ബാക്കി പണം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അനിലേട്ടൻ. അനിലേട്ടനെയാണ് ഈ രൂപത്തിൽ വലിച്ചിഴച്ച് ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി. അനിലേട്ടൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു ഒന്ന് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട. അതായത് ഈ അതെ ആ പൈസക്ക് ചോദിച്ചതിനാണ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് കൊണ്ടുപോയത്. അത് അപ്പൊ ഈ വാഹനം പൈസ തന്നിട്ട് പോകണമെന്ന് പറഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ കയറിയുന്നു. മുമ്പ് കയറി നിൽക്കുമല്ലേ, വാഹനം തടയാൻ ശ്രമിച്ചു. പൈസ തന്നിട്ട് പോകണമെന്ന് ആവശ്യപ്പെടാൻ ശ്രമിച്ചു. അതിപ്പോ ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് വരെ അല്ലേ, ട്രാഫിക് സ്റ്റേഷന്റെ അടുത്ത് വരെ പോയി. അതുവരെ ഇദ്ദേഹം ആ ബോണറ്റിൽ തൂങ്ങിക്കിടക്കുന്ന ഭാഗ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം അനിലേട്ടൻ രക്ഷപ്പെട്ടത്. അനിലേട്ടന്റെ മൊഴി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അല്ലേ, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസുകാരനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ടൗൺ പോലീസ് പറയുന്നത്. അതായത് കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ മെസ് ഡ്രൈവറാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇയാൾ മുൻപ് സമാനമായ ഒരു കാര്യം കൂടി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരെ തൊട്ടടുത്ത് തന്നെ ജില്ലാ കളക്ടറേറ്റിന് മുൻപിലുള്ള പമ്പിലേക്ക് നിയന്ത്രണം വിട്ട് വാഹനം ഇടിച്ചു കയറ്റിയത് ഇതേ ഡ്രൈവർ തന്നെയാണ് എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത് പക്ഷേ ഒരു അപകടം, നിയന്ത്രണം വിട്ടുള്ള ഒരു അപകടം എന്ന നിലയ്ക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഇവിടെ പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു ധൈര്യമാണ് ഈ പോലീസുകാരന് ഈ നിലയ്ക്ക് നിയമം ഇങ്ങനെ ലംഘിച്ചുകൊണ്ട് നാട്ടുകാരെ, ജനങ്ങളെ മുഴുവൻ, ഇത് കാണുന്ന മുഴുവൻ ആളുകളെയും വിഡ്ഢികളാക്കിക്കൊണ്ട്, പരിഹാസ്യരാക്കിക്കൊണ്ട് ഈ നിലയ്ക്കുള്ള അക്രമവും അതിക്രമവും പരാക്രമവും നടത്താനുള്ള ധൈര്യവും സംരക്ഷണവും എവിടുന്നാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ജീവനക്കാരൻ അദ്ദേഹം ഉത്തരവാദിത്തത്തിൽ ഇന്ധനം നിറയ്ക്കുന്നു ആ വാഹനത്തിൽ, അതിൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടി വരും. അതൊന്ന് വാഹനത്തിന് മുൻപിൽ നിന്ന് ചോദിക്കാൻ ശ്രമിച്ചു. വാഹനം മുന്നോട്ട് പോയപ്പോൾ ഒന്ന് മുൻപിൽ കയറി നിന്നു. ആ ബാക്കി പണം കൂടി 200 രൂപയോ മറ്റോ ആണ് ബാക്കി, അതായത് കുറച്ച് പണം കൊടുത്തു, ബാക്കി 200 രൂപ കൂടെ കിട്ടാനുണ്ട്. അതുകൂടി
തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ തയ്യാറാകാതെ, അതായത് നിറച്ച ഇന്ധനത്തിൻ്റെ വില കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ തുക നൽകാൻ തയ്യാറാകാതെയാണ് ഈ അതിക്രമവും പരാക്രമവും നടത്തിയത്. അദ്ദേഹം ആ ബോണറ്റിൽ തന്നെ തൂങ്ങിക്കിടന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറയാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുവരെ അദ്ദേഹം തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെട്ടു. കാര്യമായ പരിക്കൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പറ്റിയില്ല. അദ്ദേഹം താഴേക്ക് വീണുകയാണെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ, നിരവധി വാഹനങ്ങൾ റോഡ് വഴി സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകടത്തിലായേനെ. എന്നിട്ടും ഈ പോലീസുകാരൻ ആ ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ചാണ് ആ വാഹനം നിർത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണമല്ലോ. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അത് പരിശോധിക്കപ്പെടട്ടെ. കണ്ണൂർ ടൗൺ പോലീസ് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അനിലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ അതിക്രമത്തിന് ഇരയായ അനിലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എസ് കെ. ഓക്കെ, സജോ ദേവസ്യ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണഗതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇങ്ങനെയൊക്കെയുള്ള നെറികേട് കാണിച്ചാൽ അയാളെ സംരക്ഷിക്കാൻ പല ആളുകൾ രംഗത്തിറങ്ങും. അവർ പുതിയ നിയമങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നും വരും. അപ്പോൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ദൃശ്യം ഞങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ്. കാരണം ഇത്തരം സംരക്ഷണം നടത്താൻ കണ്ണൂരിലെ ഏതെങ്കിലും പോലീസുകാരൻ ശ്രമിച്ചാൽ അവരെ നിങ്ങൾ തടയുന്നതിന് വേണ്ടി ആ ദൃശ്യം ഒന്ന് കണ്ടോളൂ. കേരള പോലീസിൽ ജോലി ചെയ്ത് നമ്മുടെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഡ്രൈവർ കാണിച്ചിട്ടുള്ള പരാക്രമമാണ് നമ്മളിപ്പോൾ കണ്ടത്. ദയവ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ, ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചാൽ എന്ത് ശിക്ഷ നിയമം അനുശാസിക്കുന്നുണ്ടോ അത് തന്നെ ഇദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് മേധാവികൾ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പൊതുജനങ്ങളുടെ മേൽ കുതിര കയറാൻ ഈ പോലീസുകാരൻ ആരാണ് ഇത്രയും അവകാശം കൊടുത്തതെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നു. സജോ ദേവസ്യ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഈ പോലീസുകാരൻ്റെ ഗുണ്ടായിസത്തെക്കുറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ചും കണ്ണൂരിലെ പോലീസ് മേധാവിയോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? എസ് കെ, ഇപ്പോൾ നമ്മൾ SHOയുമായി അടക്കം ആശയവിനിമയം നടത്തിയിരുന്നു. മറ്റു നടപടികളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഈ അതിക്രമത്തിന് ഇരയായ ഇവിടെ തന്നെ അദ്ദേഹം ഉണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ചു. അനിൽ എന്ന വ്യക്തിയാണ്, ഇവിടുത്തെ ജീവനക്കാരനാണ്, തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് പോലീസുകാരെത്തിയ ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് മുൻപ് നമ്മൾ കണ്ടത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി അദ്ദേഹം നൽകിയ മൊഴി വീണ്ടും ഒന്നുകൂടി വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ഇയാൾ നിലവിൽ, അതായത് ഈ പോലീസുകാരൻ നിലവിൽ ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. ഉചിതമായ നടപടികളിലേക്കെല്ലാം കടക്കുന്നു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ. ഇതിനു മുൻപ് അങ്ങനെയല്ലാത്ത പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പല അനുഭവങ്ങളുണ്ട് എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് സംരക്ഷിക്കില്ല, കുറ്റകൃത്യം ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാകുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് വധശ്രമമാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതടക്കമുള്ള ഒഫൻസുകൾ പലതും ഈ ഒറ്റ കാര്യത്തിൽ മാത്രം കണ്ടെത്താൻ കഴിയും. അതായത് റാഷ് ഡ്രൈവിംഗ് അടക്കമുള്ള കാര്യങ്ങളോ വധശ്രമം അടക്കം അങ്ങോട്ടേക്ക് ഗുരുതരമായ വകുപ്പുകൾ ഈ CCTV ദൃശ്യങ്ങൾ മാത്രം ആവർത്തിച്ച് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടാകുമോ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ? ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കൂടി തേടാൻ ശ്രമിക്കാം. ഇക്കാര്യത്തിലൊപ്പം SHOയുടെ പ്രതികരണം കൂടി തേടാൻ ശ്രമിക്കാം. നടപടികൾ പുരോഗമിക്കുന്നു. കുറ്റവാളിയെ സംരക്ഷിക്കില്ല എന്ന അവകാശവാദം അല്ലെങ്കിൽ എന്ന ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. കേരള പോലീസിനെ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് അത്തരം കാര്യങ്ങളിൽ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുറ്റവാളികൾക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കാൻ പാടില്ല എന്നതാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ തന്നെയായിരിക്കും എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാനേ തരമുള്ളൂ. കാത്തിരുന്ന് കാണാതെ അതിന്റെ പിന്നാലെ നമ്മൾ പോകാം. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം അക്കാര്യത്തിൽ തേടാൻ ഏതായാലും ഈ ഘട്ടത്തിൽ തന്നെ ശ്രമിക്കാം. അപ്പോൾ SHO പറഞ്ഞത് അതിൽ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു. അയാളെ ഇപ്പോൾ ദീപക് തർമ്മയുടെ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദീപക് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കാൻ സൗത്ത് സോൺ IG നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ പോലീസുകാരനെ സർവീസും സസ്പെൻഡ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. കണ്ണൂരിലെ പോലീസ് ഡ്രൈവർക്കെതിരെ വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപക് തർമ്മടം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ദീപക്, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു നടപടിയാണ് ഈ പോലീസ് ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായത്. IG എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? SKN കർശന നടപടിക്കാണ് K സേതുരാമൻ നിർദ്ദേശം നൽകിയത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ DIGക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പോലീസ് ഡ്രൈവർക്ക് എതിരെ വധശ്രമത്തിന്, അതായത് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് നോർത്ത് സോൺ IG K സേതുരാമൻ ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ തെളിവ് നേരത്തെ സജോ 24 ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ഈ വാർത്തയിൽ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ
പെട്രോൾ പമ്പിൽ പണം കൃത്യമായി നൽകാതെ അവിടെ നിന്നും കടന്നു കളയാൻ ശ്രമിക്കുന്നു. എന്നാൽ പണം ചോദിച്ച ഈ ജീവനക്കാരനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുമാറുമാകെ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത്. ഇത് കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ ഇയാൾ അതിക്രമങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസ് തലപ്പത്തു നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും പോലീസ് തലപ്പത്തു നിന്നുള്ള നിർദ്ദേശം ഇയാളെ സസ്പെൻഡ് ചെയ്യാനും വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനാണ്. ഏതായാലും വധശ്രമം കുറ്റം ചുമത്തിയിരിക്കുന്നു FIR-ൽ. താങ്ക് യു ദീപക് ധർമ്മടം. എന്തായാലും IG നോർത്ത് സോൺ കെ സേതുരാമൻ ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ കണ്ണൂർ DIGയോട് ആവശ്യപ്പെട്ടു എന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നേരും നെറിയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇയാൾക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ പിൻബലം നൽകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി അവസാന ഘട്ടത്തിലേക്ക്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഈ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി N ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യത്തിൽ സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വിമർശിച്ച പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: രക്ഷാദൗത്യത്തിന് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവന പിൻവലിക്കണമെന്ന് കൂടി മന്ത്രി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. 31 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതാവ് സംഭവ സ്ഥലത്തൊന്നും ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കാണാതായ ജോയിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതിന് പകരം അതിലും രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. നിലവാരമില്ലാത്ത നിലയിലുള്ള കളിയാക്കലാണ് ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇനി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം. വ്യാജൻ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ 6 പേരെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പിടികൂടി. സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഈ വീഡിയോ സത്യമാണോ? നമുക്ക് നോക്കാം. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ 6 പ്രതികൾ ഝാർഖണ്ഡിലെ ദേവ്ഘറിൽ കോൺഗ്രസ് ഓഫീസിൽ ഒളിച്ചുകഴിയുന്നതിന്റെ പിടിയിൽ. വാർത്താ ഏജൻസിയായ ANAയുടെ വീഡിയോ ഉൾപ്പെടെ ചേർത്താണ് സമൂഹമാധ്യമങ്ങളിലെ ഈ പ്രചാരണം. ഇത് സത്യമോ? എന്താണ് ഇതിനു പിന്നിലെ വസ്തുത? 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇത് തെറ്റെന്ന് കണ്ടെത്തി. നീറ്റ് കേസിൽ അറസ്റ്റിലായ പ്രതികളെ പാട്നയിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ. ഇതിന് കോൺഗ്രസ് ഓഫീസുമായി ഒരു ബന്ധവുമില്ല. ജൂൺ 27-ന് മുകേഷ് സിംഗ് എന്ന BJP അനുഭാവിയുടെ പേജിലാണ് ഇങ്ങനെ തലക്കെട്ടിട്ട് വീഡിയോ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ പ്രതികരണ വേദി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ സദേൺ റെയിൽവേയുടെ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ ഒരു കാര്യം പറഞ്ഞിരുന്നു. വിജിയാണ് പ്രസ്താവന നടത്തിയത്. യഥാർത്ഥത്തിൽ ഒരു നോട്ടീസും റെയിൽവേക്ക് ആരും അയച്ചില്ല. മാത്രമല്ല, ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കേണ്ട ജോലി തിരുവനന്തപുരം കോർപ്പറേഷൻ്റേതാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഈ സദേൺ റെയിൽവേക്ക് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് നോട്ടീസുകൾ പലപ്പോഴും നൽകിയിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ നോട്ടീസിൻ്റെ പകർപ്പ് കോപ്പി 24 ലഭിച്ചു. മെയ് 7-നും മെയ് 17-നും തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേക്ക് നോട്ടീസ് അയച്ചു കൊടുത്തു. എന്നാൽ ഇതിനോടൊന്നും റെയിൽവേ പ്രതികരിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സദേൺ റെയിൽവേയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഈ രീതിയിൽ പരസ്യമായി വന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഈ നോട്ടീസ് ഈ AGM കാണുന്നുണ്ട് ആകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നോട്ടീസുകൾ റെയിൽവേക്കെതിരെ സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രതികരണ വേദിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.